ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇന്റർനാഷണൽ സിറ്റി നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇവിടെ ഏകദേശം 10-15 വർഷമായിട്ട് എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ താമസിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത്. അതിന് മുന്നേ ആദ്യം സത്വയിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വന്നപ്പോൾ സത്വ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്റർനാഷണൽ സിറ്റിയുടെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്സും ചെടികളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ ഇപ്പോൾ ഒരു 6-6:15 ആയപ്പോഴാണ് ഇവിടെ നല്ല ലൈറ്റായി കഴിഞ്ഞു. കാരണം ഇപ്പം രാത്രിക്ക് ദൈർഘ്യം കുറവും പകലിന് ദൈർഘ്യം കൂടുതലുമാണ്. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ തന്നെ നല്ല വെളിച്ചമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് റോഡ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് റോഡ് ഭയങ്കര തിരക്കാവും. ഇപ്പോൾ ആൾക്കാർ വണ്ടികളൊന്നും ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റോഡിൽ ഇഷ്ടം പോലെ വാഹനങ്ങളാണ്. കാരണം സ്കൂളിൻ്റെയും ഓഫീസ് ടൈമൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ബാക്ക് സൈഡിലെ റോഡിൽ നിന്നിട്ട് പുറകിലോട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ബിൽഡിങ്സും ഈ ഒരു വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം പോലെ വാഹനങ്ങൾ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് കിട്ടാറേ ഇല്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ നല്ലവണ്ണം ഉദിച്ച് നല്ല വെളിച്ചമായി കഴിഞ്ഞു. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ സൂര്യൻ്റെ ഒരു പൊസിഷൻ മുകളിലേക്ക് മാറി ക്യാമറയിലോട്ട് ലൈറ്റ് അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ 6:15 ഇവിടുത്തെ ഒരു ടൈം. രാവിലെ 6:15. അപ്പോഴാണ് ഇത്രയും വെയിൽ നിങ്ങൾ ഇവിടെ കാണുന്നത്. അത്രയ്ക്ക് വെയിലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടാണ്. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് ഇവിടെ. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്രയും ചൂടുള്ള പകൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ നല്ല നേരം വെളുത്ത് നല്ല വെളിച്ചമാകാറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു നമ്മൾ ഇന്റർനാഷണൽ സിറ്റിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു മെയിൻ റൗണ്ട് ബോട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ ചെടികളും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മരങ്ങളാണ്, ചെടികളല്ല. ഇതിനു മുന്നേ കുറേ വേറെ ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ചുറ്റി ഒരു വലിയ റൗണ്ട് ബോട്ടാണ്. വാഹനങ്ങളെല്ലാം ഇങ്ങനെ ഓരോരോ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും സ്ട്രൈറ്റുമായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ ഉള്ള രാവിലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ. ഒരുപാട് പക്ഷികളൊക്കെ ഈ മരങ്ങളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം. രാവിലെ എണീറ്റ് വരാൻ പറ്റുന്ന ദിവസം മാത്രമേ ഇതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവരും ഉറക്കമായിരിക്കും ഈ സമയത്തൊക്കെ. ഒരുപാട് പക്ഷികളുണ്ട്, ചെറിയ ചെറിയ പക്ഷികൾ ഈ മരങ്ങളിൽ കൂട് വെച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം. അതുപോലെ തന്നെ അതിനെ കാണാനും നമുക്ക് പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പക്ഷി ഇരിക്കുന്നത് കാണാം. ഇതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുവികളാണ് കേട്ടോ. ഒരുപാട് ഇവിടെ ഈ മരത്തിൽ നിറച്ചുണ്ട്. ഇതൊരു അടിപൊളി പക്ഷിയാണ് കേട്ടോ. ഇത് എന്ത് പക്ഷിയാണെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. കൊക്കിനെയൊക്കെ പോലത്തെ. ഇത് അവിടെ ഈ മതിലിൻ്റെ അകത്തൊരു കുളം പോലുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇത് പറന്ന് വന്ന് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ ഭാഗ്യത്തിന് എനിക്കത് കാണാൻ പറ്റി.
അല്ലെങ്കിൽ ഇത് ഈ കുളത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു മീനൊക്കെ പിടിക്കുന്ന ടൈപ്പ് കൊക്കിനെ പോലത്തെ ഒരു പക്ഷിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യൂ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ നോക്കൂ, മതിലിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. മാക്സിമം ഞാൻ സൂം ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തായാലും സൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ഇത് എന്ത് പക്ഷിയാണെന്നുള്ളത് കമൻറ്റിലിടും. ഇതിവിടെ ഞാൻ കണ്ടതാണ്. ഇതൊരു ദേശാടന പക്ഷിയാണെന്ന് തോന്നുന്നു എന്തായാലും. അപ്പോൾ ഇത്രയും അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി. കാരണം സാധാരണ ഇതിങ്ങനെ പുറത്തുനിന്ന് വരുന്ന പക്ഷികളാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിനിങ്ങനെ. അതിൻ്റെ സൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ താറാവൊക്കെ വിളിക്കുന്ന പോലത്തെ സൗണ്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഗൂസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അതേ സെയിം ഒരു ശബ്ദമാണ് ഇതിൻ്റെ. അങ്ങനത്തെ ശബ്ദമാണ് കേട്ടോ. കറക്റ്റായിട്ട് അതേപോലത്തെ ഒരു ശബ്ദമാണ്. ഒരുപാട് വാഹനങ്ങൾ പോവാണ് റോഡ് സൈഡിൽ ഈ മതിലിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കണം. എന്തായാലും എന്നെ പേടിയില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് പറന്നു പോയേനെ. എന്നാലും എൻ്റെ കണ്ണൊക്കെ കണ്ടോ, ഭയങ്കര തിളക്കാം, ഒരു രക്ഷയില്ല. കറക്റ്റ് ഇങ്ങോട്ട് അത് പറന്ന് വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിത് പറന്ന് വരണ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചിറകിനുമൊക്കെ നല്ല ഭംഗിയാണ്. അത് പറക്കുമ്പോൾ ഒക്കെ ചിറക് ഇങ്ങനെ വിടർത്തുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെയാണ് ഞാനിതിൻ്റെ ദൂരം നിന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇതിങ്ങനെ പറന്ന് പോവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്തായാലും ഇത് പോയില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇത്രയും സമയം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് എന്തായാലും ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇത് നോക്കിക്കോളൂ, മതിലിൻ്റെ പുറത്ത് പുറകിൽ നിങ്ങൾക്ക് ആ പക്ഷീനെ കാണാം. നോക്കിക്കോളൂ, കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. നോക്കിക്കോളൂ. ഇന്നെന്തായാലും ഭയങ്കര ചൂട് കുറവുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ദിവസത്തിന് ശേഷം ഇന്നായിരിക്കും ഇത്രയും ചൂട് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ സിറ്റിയുടെ ഒരു ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കാരണം ഇത് ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. മൊറോക്കോ ക്ലസ്റ്റർ, സ്പെയിന്, ഇംഗ്ലണ്ട്, അപ്പോൾ അങ്ങനെ ചൈന, അങ്ങനെ ഓരോരോ ക്ലസ്റ്റേഴ്സിൻ്റെയും ഓരോരോ ഫേസാണ്, ഓരോരോ ടൈപ്പ് ബിൽഡിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് കുറവുണ്ട്. രാവിലെ ഇന്നേക്കാൾ ചൂടുള്ള ദിവസമാണ്. ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണോ ഇത് കൊണ്ടുപോകുന്ന അറിയത്തില്ല. എന്തായാലും ഇന്ന് നല്ല ചൂട് കുറവുണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ചെറിയൊരു തണുപ്പുള്ള കാറ്റാണ് കേട്ടോ. സാധാരണ ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്, പക്ഷെ എന്തായാലും നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൊറോക്കോ ക്ലസ്റ്ററിന് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള, അത് ഹൈവേയിലേക്ക് ഇറങ്ങാനുള്ള മെയിൻ ഒരു എക്സിറ്റാണിത്. ഈ സിഗ്നലിൽ നിന്ന് രണ്ട് വശത്തേക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റോഡുകൾ പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് വശത്തേക്ക് പോയാലും നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു എക്സിറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഈ സിഗ്നലിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയ ട്രാഫിക് തന്നെ ആയി മാറും. അങ്ങനെ ഓരോ എക്സിറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് മൊറോക്കോ ക്ലസ്റ്റർ എന്നുള്ളൊരു എക്സിറ്റ്. ഒരു വലിയ ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് നമുക്ക് ദൂരം നിന്നുള്ള കാഴ്ച ഇങ്ങനെ ഒരുപാട് പല പല ക്ലസ്റ്ററിലായിട്ട് ഒരുപാട് ബിൽഡിങ്സ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ സിറ്റി മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രാഗൺ മാർട്ട്, ഇപ്പോൾ ഇൻ്റർനാഷണൽ സിറ്റിയിൽ വന്നാലാണ് നിങ്ങൾക്ക് ഡ്രാഗൺ മാർട്ട് 1, 2 ഒക്കെ കാണാൻ പറ്റുന്നത്. ചൈനീസ് സാധനങ്ങളുടെ മൊത്തം എല്ലാ സാധനങ്ങളും, അതായത് ചൈനയിൽ നിന്നുള്ള A to Z സാധനം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത്. ഡ്രാഗൺ മാർട്ട് 1 ആയിരുന്നു ആദ്യം വന്നത്. അപ്പോൾ അത് ഭയങ്കര സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഒരു ഫേസ് 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനകത്ത് തിയേറ്റർ ഉൾപ്പെടെ കുറച്ചുകൂടെ സൗകര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു വലിയ ഒരു ഷോപ്പിംഗ് മാളായിട്ട്. അപ്പം 1ഉം 2ഉം ഉണ്ട്, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അതിനകത്ത് നെസ്റ്റോ ഉണ്ട്, അതുപോലെ തന്നെ മൂവി തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിറ്റിയിൽ വരണം. ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പണി കഴിയാണ്ട് കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്സ് ഫില്ലായിട്ട് ഇപ്പോൾ ഉള്ള സിറ്റി കുറേ കൂടെ വലുതാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഈ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റോപ്പായി. പിന്നെ കൊറോണയുടെ സമയത്തൊക്കെ അറിയാമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ബിൽഡിങ്സ് കൊണ്ട് നിറഞ്ഞേനെ. ഞാനൊരു റൗണ്ട് നടന്നിട്ട് വന്നായിരുന്നു, എന്നിട്ട് ഈ പക്ഷി ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഇരിപ്പുണ്ട്, അവിടെ നിന്ന് പോകുന്നേ ഇല്ല. 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ഞാൻ എടുത്തെത്തിയപ്പോഴത്തേക്ക് പറന്നു പോയി കളഞ്ഞു. ഇപ്പോൾ നേരത്തെ ഇരുന്ന് എനിക്ക് കൊണ്ട് ആ ഒരു പക്ഷി മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എന്തായാലും രാവിലെ നടക്കാൻ ഇറങ്ങിയത് വെറുതെ ആയില്ല, കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. രാവിലെ മോർണിംഗിലുള്ളൊരു എന്താണ് സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഉള്ളൊരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈ പക്ഷികളെയൊക്കെ കാണാൻ പറ്റി, അതിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റി. എന്തായാലും കുറേ ദിവസത്തിന് ശേഷമാണ് ഓഫ് കിട്ടിയത്. അപ്പോൾ രാവിലെ വെറുതെ ഫോണും എടുത്ത് ഇറങ്ങിയതാണ്, ഒരു വീഡിയോ ചെയ്യണം, കുറച്ചൊന്ന് നടക്കണം വിചാരിച്ചിട്ട്. അതെന്തായാലും ഒട്ടും എന്നെ നിരാശപ്പെടുത്തിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയാണ്. താങ്ക് യു. ബൈ ബൈ.